ഞാൻ വളരെ മോശമായൊരു പബ്ലിക് സ്പീക്കറായിരുന്നു. ഒരു ദിവസം കാലിൽ തെറ്റായ രീതിയിൽ സോക്സ് ധരിച്ചതിന് പണിഷ്മെന്റായി സ്റ്റേജിൽ നിന്നുകൊണ്ട് 13ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു. 13ന്റെ ഗുണനപ്പട്ടിക വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലും എനിക്കെന്റെ മനസ്സിൽ കണക്ക് കൂടി പറയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഞാനത് ചെയ്തില്ല. കാരണം ആ സമയം ഞാൻ വളരെയധികം സെൽഫ് കോൺഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് മുഴുവൻ ആളുകൾ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും, മറ്റുള്ളവരുടെ മനസ്സിൽ എന്നെപ്പറ്റി ഏതു തരത്തിലുള്ള ചിത്രമാണ് ഉണ്ടാവുക എന്നൊക്കെ ആലോചിച്ചുള്ള പേടിയായിരുന്നു. ഇങ്ങനെയൊക്കെ ആലോചിച്ച് എനിക്ക് അവിടെ നിന്നും ഒന്നും പറയാൻ സാധിച്ചില്ല. താഴെ നിൽക്കുന്ന ടീച്ചറെ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ പലതരം ചിന്തകളുണ്ടായി. ഞാനിവിടെ പേടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? എൻ്റെ അവസ്ഥ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ടെൻഷൻ കാരണം എന്നെ കൊണ്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നത് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എന്നെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റുമോ? ഇവയ്ക്കായിരുന്നു എൻ്റെ ചിന്തകൾ. അക്കാലത്ത് ഏതെങ്കിലും ഒരു ബന്ധുവിനോട് അല്ലെങ്കിൽ സുഹൃത്തിനോട് സംസാരിക്കണമെങ്കിൽ ഞാൻ മനസ്സിനുള്ളിൽ 10 പ്രാവശ്യമെങ്കിലും അവരോട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ആലോചിക്കുമായിരുന്നു. അതിനുള്ള കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും പേടിയുണ്ടായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് വ്യക്തമായി സംസാരിക്കാനുള്ള കഴിവുമില്ലായിരുന്നു. ആർട്ടിക്കുലേറ്റ് ആയിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ മനസ്സിൽ വരുന്ന ആശയങ്ങളെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുക എന്നതാണ്. ഒരു നല്ല പ്രഭാഷകൻ കൃത്യമായ രീതിയിൽ ലളിതമായ വാക്കുകളിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഒരു സർജൻ അദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എത്രത്തോളം പ്രിസൈസ് ആയിരിക്കുമോ അത്രത്തോളം പ്രിസൈസ് ആയിട്ടാണ് നല്ല സ്പീക്കേഴ്സ് അവരുടെ വാക്കുകൾ ഉപയോഗിക്കുക. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ മനസ്സിലായ കാര്യങ്ങളെ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ പൂർണ്ണമായും അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. കുറച്ച് മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ മുഴുവനായും വാക്കുകളിലൂടെ പുറത്തെത്തിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സ്വയം ഒരു ബെറ്റർ സ്പീക്കർ ആവുന്നതിനും ചിന്തകളെ വളരെയധികം വ്യക്തമായി അവതരിപ്പിക്കുന്നതിനും സഹായിക്കുന്ന കുറേ വർഷങ്ങളായി ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് മാർഗങ്ങൾ വീഡിയോയിൽ മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ മോട്ടീവ്സ് മീഡിയ ഫാമിലിയുടെ സ്വന്തം ആപ്പായ ധ്വനിയിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ഫീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ പല കാറ്റഗറീസിൽ പെടുന്ന നിരവധി ഓഡിയോ ബുക്ക് ധ്വനി ആപ്പിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഒരു ചാറ്റ് ബോട്ട് തെറാപ്പിസ്റ്റിൻ്റെ സേവനം കൂടി ഇനി ധ്വനി ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാനസിക സമ്മർദ്ദം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ആങ്സൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ തെറാപ്പിസ്റ്റ് ഫംഗ്ഷനാലിറ്റി ഉപയോഗപ്പെടുത്താവുന്നതാണ്. പുറത്ത് 1000 മുതൽ 2000 രൂപ ഓരോ സിറ്റിങ്ങിനും മുടക്കി ഇതുപോലൊരു തെറാപ്പി എടുക്കുന്നതിനേക്കാൾ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലെ തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് പ്രാക്ടിക്കൽ അഡ്വൈസ് എടുക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഫീച്ചർ പരമാവധി ഉപയോഗപ്പെടുത്തുക. കൂടാതെ അനവധി മോട്ടിവേഷണൽ ആൻഡ് സെൽഫ് ഹെൽപ്പ് ഓഡിയോ ബുക്ക് സമറീസും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, കോഗ്നിറ്റീവ് പ്രൈമിംഗ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം എൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും കൃത്യമായും വ്യക്തമായും പറയുന്നവയാണ്. ഇതിനെയാണ് കോഗ്നിറ്റീവ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴുമുള്ള ബോറിംഗ് രീതിയിൽ, ഉദാഹരണത്തിന്, നീ നിന്റെ ഭാഗം പറഞ്ഞുവല്ലോ, ഇനി ഞാൻ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയാം, അത് കേൾക്കൂ. ഇങ്ങനെ പറയുന്നതിന് പകരം നിങ്ങൾ കേൾക്കുന്ന ആളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുക, ഞാൻ ഇക്കാര്യത്തെപ്പറ്റി എൻ്റെ മനസ്സിൽ ഒരുപാട് ആലോചിച്ചു, എൻ്റെ അഭിപ്രായം ഇതാണ്, വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണിത്, അതുകൊണ്ട് തീർച്ചയായും ശ്രദ്ധിക്കുക. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം വളരെയധികം പ്രധാനമാണ് എന്ന് കേൾക്കുന്നയാളെ ധരിപ്പിക്കുന്നതിലൂടെ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്നാമത്തേത് എന്തെന്നാൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ചുറ്റുപാടിൽ നിന്നും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതൊരു സർവൈവൽ ത്രെറ്റാണ്. നമുക്ക് വേണ്ടാത്തത് എന്താണെന്ന് അറിയില്ലാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ആളിൽ നാം പറയാൻ പോകുന്ന കാര്യം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന ചിന്ത ഉണ്ടാക്കുന്നതിലൂടെ പലയിടത്തായി കിടക്കുന്ന ആ വ്യക്തിയുടെ ഫോക്കസ് മുഴുവനും അയാൾ നിങ്ങൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നതിനായി ഉപയോഗിക്കും. ഇനി രണ്ടാമത്തേതാണ്, ഞാൻ വളരെയധികം കൃത്യതയോടെയും വ്യക്തമായും നല്ല രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് സ്വയം പറയുന്നതിലൂടെ സ്വാഭാവികമായും എൻ്റെ ബ്രെയിനിനെ സംബന്ധിച്ച് ഇതൊരു കമാൻഡായി പ്രവർത്തിക്കുന്നു. എൻ്റെ ബ്രെയിനോട് ഞാൻ വളരെയധികം കൃത്യതയോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നതിൻ്റെ ഒരു കൃത്യമായ ചിത്രം എൻ്റെ ബ്രെയിനിൽ ലഭിക്കുന്നു. അതുകൊണ്ട് അതിനുവേണ്ട റിസോഴ്സസ് നമ്മുടെ ബ്രെയിൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ഫോക്കസിനെ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള കമാൻഡ്സ് സഹായിക്കുന്നു. നമ്പർ 2, കളക്ട് യുവർ വേർഡ്സ് ബിഫോർ സ്പീക്കിംഗ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ സംഭാഷണത്തെക്കാൾ കൂടുതൽ ആഴമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള പല കാര്യങ്ങളെയും അതേ ആഴത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതിനുള്ള കാരണമാണ് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ കുറച്ച് സമയം ആലോചിച്ച് വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത്.
ആരെങ്കിലും നമ്മളോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ യാതൊന്നും ചിന്തിക്കാതെ പറയുവാനായി നമ്മുടെ പക്കൽ ഒരു മറുപടി എപ്പോഴും തയ്യാറായിരിക്കും. അതെ, സുഖമാണ് എന്നത്. എന്തെങ്കിലും പുതിയതായി പറയുവാനോ ആ സമയം നാം ശരിക്കും എന്താണ് അനുഭവിക്കുന്നത് എന്ന് കൃത്യമായി പങ്കുവയ്ക്കാനോ നാം ശ്രമിക്കുന്നില്ല. എനിക്ക് സുഖമാണ് എന്നതിനപ്പുറം മറ്റൊരു മറുപടി പറയുവാൻ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും നാം അത് പുറത്തു പറയാൻ ശ്രമിക്കാറില്ല. പ്രധാനപ്പെട്ട കാരണമാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുവാൻ വേണ്ടി ഞാൻ എന്തിന് കഷ്ടപ്പെട്ട് പുതിയ വാക്കുകൾ കണ്ടെത്തണം എന്ന ചിന്ത. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ റിസപ്ഷനിലുള്ളവർ നമ്മളോട് പറയാറുണ്ട് ഹാവ് എ ഗ്രേറ്റ് സെഷൻ ടുഡേ എന്ന്. അതിന് മറുപടി ഒന്നും തന്നെ ചിന്തിക്കാതെ സ്ഥിരമായി പറയുന്ന ഒന്നാണ് യൂട്യൂബ് പറഞ്ഞതിന് ശേഷം നാം എംബ്രാസഡായി ഫീൽ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഡിഫോൾട്ടായി പല ചോദ്യങ്ങളുടെയും ഉത്തരം സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ആ ചോദ്യത്തിനെ പറ്റി ചിന്തിക്കുന്ന പോലുമില്ല, അതിനു മുന്നേ മറുപടി പുറത്തു വരുന്നു. ഇത് ഏകദേശം വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒരാളോട് സംസാരിക്കുകയും അതിനുശേഷം അയാൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെയാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളൊരു രീതി. അതായത് ഒരു ബോർഡിൽ ഡാർട്സ് എറിഞ്ഞു കളിക്കുമ്പോൾ 20-30 തവണകൾക്ക് ശേഷം അത് കൃത്യമായും ബുൾസൈയിൽ കൊള്ളും എന്ന് ചിന്തിക്കുന്നത് പോലെ എറിയുന്ന ആദ്യത്തെ തവണ തന്നെ ബുൾസൈയിൽ കൊള്ളിക്കാൻ കണക്കിന് നമ്മളെ കൊണ്ട് എറിയാൻ സാധിക്കില്ലേ? അതായത് മനസ്സിനുള്ളിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കൃത്യമായി അതേ ഫീലോടുകൂടി ഒരു വാക്കിലൂടെയും വ്യക്തമായി അവതരിപ്പിക്കുവാൻ സാധിക്കില്ലേ? തീർച്ചയായും സാധിക്കും എന്നുള്ളതാണ് ഉത്തരം. പക്ഷേ ഇത് നടക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുന്നേ വാക്കുകൾ കൂട്ടിയിണക്കി വയ്ക്കുക. അതായത് ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ വരുന്ന ഉത്തരം പറയാതെ ഒരു നിമിഷം നിൽക്കുക, ഒന്ന് ആലോചിക്കുക, അതിനുശേഷം വ്യക്തമായി മറുപടി നൽകുക. ഇനി കുറച്ചുകൂടെ ഡ്രമാറ്റിക് ആയിട്ട് റെസ്പോൺസ് നൽകണമെങ്കിൽ ചോദ്യം ചോദിച്ച ആളുടെ കണ്ണുകളിൽ നോക്കി നല്ല ചോദ്യമാണ്, ജസ്റ്റ് ഗീവ് മീ എ മിനിറ്റ് ടു തിങ്ക് എന്ന് പറയുക. അതിനുശേഷം ആ വ്യക്തിയുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിൽക്കുക, മോശമായ രീതിയിൽ അല്ലാതെ നോക്കുക. ഇനി നിങ്ങളെക്കൊണ്ട് കണ്ണുകളിൽ നോക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തറയിൽ നോക്കിയാലും മതി. എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുന്നേ ആഴത്തിൽ ചിന്തിക്കുന്നയാളാണ് നാം എന്നൊരു ഇംപ്രഷൻ നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ആളിൽ ഉണ്ടാവും. എന്തെങ്കിലും തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന ആളല്ല നമ്മളെന്നും ഇതിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തെങ്കിലും പറയുന്നതിന് മുന്നേ കുറച്ചു നേരം ആലോചിക്കുമ്പോൾ എല്ലാവരും സാധാരണയായി ഉപയോഗിക്കുന്ന സർഫേസ് വൊക്കാബുലറി വേർഡ്സ് അല്ലാതെ ഡീപ്പ് വൊക്കാബുലറി വേർഡ്സ് നിങ്ങളുടെ സംഭാഷണത്തിലേക്ക് എത്തുന്നു. സാധാരണഗതിയിൽ നിങ്ങളോ മറ്റോ ആരെങ്കിലും അധികം ഉപയോഗിക്കാത്ത നല്ല വാക്കുകൾ കുറച്ചു നേരം ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദൈനംദിന സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഡീപ്പ് വൊക്കാബുലറി വേർഡ്സിന് ചില സമയങ്ങളിൽ ഉള്ള നമ്മുടെ മാനസികാവസ്ഥയെ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനും സാധിക്കും. കോർണൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനത്തിൽ പറഞ്ഞ കാര്യമാണ്, ഒരു പുതിയ വാക്ക് കുറഞ്ഞത് 38 തവണ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സർഫസ് വൊക്കാബുലറിയുടെ ഭാഗമായി മാറുന്നതാണ്. അതായത് റെഗുലർ ബേസിസിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സെന്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം ആലോചിച്ച് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നും നല്ല വാക്കുകൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. വായിക്കുന്ന സമയത്ത് മനസ്സിലാകാത്ത ഏതെങ്കിലും വാക്കുകൾ കണ്ടാൽ അടിവരയിട്ട് അർത്ഥം എഴുതി വയ്ക്കുന്നതിലൂടെ മാത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങളത് മറന്നുപോകും. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചു നേരം ശാന്തമായിരുന്ന് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും അത്തരത്തിലുള്ള വാക്കുകൾ സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്പർ 3, ബിക്കം എ മെസ്സഞ്ചർ. സ്പീക്കിങ്ങിന് 3 ലെവൽസാണുള്ളത്. ഒന്നാമത്തെ ലെവലിൽ വരുന്നതാണ് സ്വയം കൺസേൺഡ് ആയിട്ടുള്ള ഞാൻ ഇതാണ്, എനിക്ക് ഇവയ്ക്കാണ് ഇഷ്ടം, എനിക്കിഷ്ടമില്ലാത്തത് ഇവയ്ക്കാണ്, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരും പിന്നെ മറ്റുള്ളവരെ പറ്റി ഗോസിപ്സ് ഒക്കെ പറയുന്നവരുമാണ് വരുന്നത്. ഇവരുടെ പ്രഭാഷണമൊക്കെ കേട്ട് ആരും മെസ്മറൈസ് ഒന്നും ആവാറില്ല. കാരണം അവർ എപ്പോഴും സ്വന്തം കാര്യങ്ങളെപ്പറ്റി തന്നെയാണ് പറഞ്ഞു നടക്കുന്നത്. ഇതിൽ നിന്നും ഒരുപിടി ഉയർന്ന സ്പീക്കിംഗ് ആണ് ഏതെങ്കിലും മെസ്സേജിനെ പറ്റിയുള്ളത്. ഉദാഹരണത്തിന് ചിലരൊക്കെ പറയാറുണ്ട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്ന്. അതുപോലെ തന്നെ മറ്റു ചിലർ പറയുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ച് വളരെയധികം കൂടുന്നു, അതുകൊണ്ട് ക്ലൈമറ്റിനെയും സംരക്ഷിക്കണമെന്ന്. ഇവിടെ അവർ നൽകാൻ ശ്രമിക്കുന്ന മെസ്സേജ് ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ചതാണ്. ചിലരൊക്കെ പണം വളരെയധികം പ്രാധാന്യമുള്ളതാണെന്നും അത് ഏതൊക്കെ തരത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അവർ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന മെസ്സേജാണ് പണം. ഇതുപോലെ പലതരം കാര്യങ്ങളെപ്പറ്റിയും ആശയങ്ങളെപ്പറ്റിയും സംസാരിക്കുന്നത് സ്വന്തം കാര്യത്തിനെപ്പറ്റി സംസാരിക്കുന്നതിലും മെച്ചപ്പെട്ട ഒരു സംഭാഷണ രീതിയാണ്. എന്നാൽ ഇതിനേക്കാളും മികച്ച സ്പീക്കിംഗ് സ്റ്റൈൽ എന്താണെന്ന് നോക്കാം. അതാണ് ഒരു മെസ്സഞ്ചർ ആവുക എന്നുള്ളത്. അതായത് ഏതെങ്കിലും ഒരു ആശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ്, മെസ്സേജ് ഇവയൊക്കെ തൻ്റേതാണെന്ന രീതിയിൽ യാതൊരുവിധ വേർതിരിവുമില്ലാതെ അവതരിപ്പിക്കുക. അതായത് ആ ആശയത്തിന് ബാക്കിയുള്ളവരിലേക്ക് എത്താനുള്ള ഒരു മാർഗമായി നിങ്ങൾ മാറണം. ലോകമെമ്പാടുമുള്ള സ്ക്രിപ്ച്വേഴ്സിനെ നോക്കുകയാണെങ്കിൽ അത് എഴുതിയത് ദൈവവുമല്ല മനുഷ്യനുമല്ല എന്നാണ് പറയുന്നത്. പകരം ദൈവത്തിൻ്റെ ഒരു ദൂതനാണ് അത് എഴുതിയത് എന്ന് പറയപ്പെടുന്നു. അതായത് ഒരു വ്യക്തി പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങൾ, അതായത് കോസ്മിക് ലോസിനെ തന്നിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചതാണ് എന്ന് പറയാം. ബാറ്റ്മാൻ ബിഗിൻസ് എന്ന സിനിമയിൽ ബാറ്റ്മാൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു,
എല്ലാ വശത്തും അനീതികൾ നിറഞ്ഞു നിൽക്കുന്ന ആ നാടിനെ നിരയാക്കാൻ വെറും ബ്രൂസ് വെയിന് സാധിക്കില്ല. കാരണം അയാൾ വെറും ഫ്ലഷും ബോൺസുമാണ്. എന്തെങ്കിലും ഒരിക്കൽ ഞാൻ മരിച്ചു പോകും, അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ ഒരു അടയാളത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ രൂപത്തിൽ എനിക്കൊരിക്കലും മരണമുണ്ടാകില്ല. അതുകൊണ്ടാണ് അയാൾ ബാറ്റ്മാനായി മാറുന്നത്. ബാറ്റ്മാൻ ഒരു രീതിയിൽ മെസ്സഞ്ചർ അല്ലെങ്കിൽ ഒരു ഐഡിയയായി മാറി. ഈ ലോകത്ത് എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള മനുഷ്യർ ശരിക്കും മനുഷ്യർ മാത്രമായിരുന്നില്ല. അവരൊരു മെസ്സഞ്ചർ ആയിരുന്നു, ഒരു ഐഡിയ ആയിരുന്നു. ഷാരൂഖ് ഖാൻ തൻ്റെ ഒരു ഇന്റർവ്യൂവിലൂടെ പറഞ്ഞ കാര്യമാണ്, വാസ്തവത്തിൽ ഷാരൂഖ് ഖാൻ എന്നൊരു മിത്തോളജി അല്ലെങ്കിൽ ആശയത്തെ അവതരിപ്പിക്കുന്ന ഒരു മെസ്സഞ്ചർ മാത്രമാണ് ഞാൻ. അതിനുള്ള കാരണമാണ് ഷാരൂഖ് ഖാൻ ഒരു ഐഡിയ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത്. ബ്രൂസ് വെയിനും അറിയാവുന്ന ഒരു കാര്യമാണ് താൻ ബാറ്റ്മാൻ അല്ല, ബ്രൂസ് വെയിൻ ആണ് എന്നുള്ളത്. എങ്കിൽ കൂടി ഒരു ആശയത്തെ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബാറ്റ്മാൻ എന്ന ഒരു മാർഗം സ്വീകരിച്ചു. എല്ലാം സൂപ്പർ ഹീറോസിനും അത്ലറ്റിനും അറിയാവുന്ന കാര്യമാണിത്. നമ്പർ 4, യൂസ് മെറ്റഫോഴ്സ്. വെറും വാക്കുകളിലൂടെ പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ പലതുണ്ടെങ്കിലും ചില സമയത്ത് ആ കാര്യങ്ങൾ പറയുന്നതിനായി പോയട്രി തന്നെ എന്നതിന് ഇത് ഒരു ഉദാഹരണമാണ്. ആഴത്തിലുള്ള മനുഷ്യവികാരങ്ങളെപ്പറ്റിയും ചിന്തകളെപ്പറ്റിയും വെറും വാക്കുകളിൽ അവതരിപ്പിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് മെറ്റഫോഴ്സ് ഉപയോഗിക്കേണ്ടതായി വരുന്നു. കാരണം ഒരു മെറ്റഫർ നമുക്കറിയാത്ത ഒരു വസ്തു അറിയാവുന്ന ഒരു വസ്തുവുമായി ബന്ധപ്പെടുത്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. സ്വയം കഴുത്തറുക്കുക, മൂക്കില്ല രാജ്യത്ത് മുറുമുക്കൻ രാജാവ്, എരിതീയിൽ എണ്ണ ഒഴിക്കുക, ഇവയ്ക്കാണ് മെറ്റഫോഴ്സിന് ഉദാഹരണങ്ങൾ. ഈ പറഞ്ഞതിൽ ഒന്നും തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ കൂടി നമുക്ക് ഇവയുടെയൊക്കെ അർത്ഥം അറിയാം. ഒട്ടും തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയാണ്. അയാളോടൊപ്പം എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല എന്നൊക്കെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നാം വലിയ വലിയ വിവരണങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പകരം അവനൊരു വിഷപ്പാമ്പാണ് എന്ന് മാത്രം പറയുന്നതിലൂടെ തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പാമ്പിന്റെ പ്രത്യേകതകൾ ഓടിയെത്തുന്നു. അതേ പ്രത്യേകതകൾ നമ്മൾ ഈ മനുഷ്യരുമായി താരതമ്യം ചെയ്തു നോക്കുന്നു. അതായത് അയാളോടൊപ്പം നടക്കുന്നതിലൂടെ അയാൾ നമുക്ക് ഹാനി വരുത്താൻ സാധ്യതയുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വലിയ കാര്യത്തെ വളരെ എളുപ്പത്തിൽ ചെറിയ രീതിയിൽ പറയുന്നതിന് വേണ്ടിയിട്ട് നാം മെറ്റഫോഴ്സ് ഉപയോഗിക്കാറുണ്ട്. 5. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു എ ഹയർ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി. സ്ഥിരമായി പ്രശ്നങ്ങൾ നേരിടുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നത്. ഇതേ കാര്യം തന്നെ നമ്മുടെ സംഭാഷണത്തിനും സംഭവിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഭാഷയുമായി ഏത് രീതിയിലാണോ പെരുമാറുന്നത് അതിൻ്റെ ലെവൽ ഉയർന്നു പോകുന്നില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങളൊരു പുസ്തകം വായിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, ഞാനിപ്പോൾ എന്താണ് വായിച്ചത്. നിങ്ങളൊരു സിനിമ കാണുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ പുതിയതായി പഠിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് കരുതുക. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ നിങ്ങൾ സ്വയം വളരുവാനായി യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നതാണ്. നിങ്ങൾ കംഫോർട്ട് സോണിലാണ് നിൽക്കുന്നത് എന്നതാണ്. അതിനായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് നിങ്ങളെക്കാളും കുറച്ചുകൂടെ ഉയർന്ന ആളുകൾ, അതായത് സംസാരിക്കുന്നതിൽ നിങ്ങളെക്കാളും ഒരൽപ്പം ഉയർന്നവരോ പ്രായത്തിൽ കുറച്ച് മുതിർന്നവരുമായ ആളുകളുമായി സംസാരിക്കുക. നിങ്ങൾക്ക് തീരെ മനസ്സിലാക്കാൻ സാധിക്കാത്ത സിനിമകളല്ല, എന്നാൽ നിങ്ങളെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തീരെ എളുപ്പമുള്ളതോ തീരെ ബുദ്ധിമുട്ടുള്ളതുമായ പുസ്തകമല്ലാതെ ഒരു മോഡറേറ്റായ പുസ്തകം വായിക്കുക. കാരണം ഒരുപാട് എളുപ്പമുള്ള പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ ലഭിക്കില്ല. ഇനി തീരെ ബുദ്ധിമുട്ടേറിയ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളിൽ നിന്നും ചെറിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുക.